ക്രൂരമായിട്ട് കുട്ടികളോട് പെരുമാറാൻ പാടില്ല. ഇവർക്ക് നമ്മൾ എന്ത് ധൈര്യത്തിലാണ് നമ്മൾ ഇവർ വിട്ടേക്കണത്? ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് അവർ പറയണം. നമ്മൾ അവരുടെ കുട്ടികൾക്ക് വേദന വരുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകും. ഇന്നലെ മിനിയാന്നെന്തോ സാറിന്റെ മോൻ കണ്ട തിരിച്ചറിയോ? താടിയുള്ള സാബാണ്, തലക്കെട്ടുള്ള സാബാണ്. നിന്നെ മാത്രം തല്ലിട്ടുള്ള മക്കളെ കൊന്നാണ് ഇടിവള വെച്ചൊക്കെ പേടിപ്പിക്കണം. ഇതിവിടെ ഞങ്ങളുടെ തൃക്കാക്കരാണ്. ഇത് എവിടെ വന്നേക്കണമാരാ? NCC ഞങ്ങളും ചെയ്ത മാതാപിതാക്കളെ കേസെടുത്തെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്കെതിരെ കേസെടുത്തെന്ന് പറയണം. അവർക്കെതിരെ കേസില്ല, അവര് ഓക്കെയാണ്. അവര് വിട്ട് അവര് എസ്കേപ്പായി കളഞ്ഞുവിടുന്ന മരിച്ചിട്ട് വേണം ഇതൊക്കെ. നാം മരിച്ചിട്ട് മതി ഇതൊക്കെ. ഇതെന്ത് നിങ്ങൾ ചെന്ന് ചോദിക്ക്. നിങ്ങൾ ഇവിടെ ക്യാമറ പിടിച്ച ആൾക്കാരുടെ ഇത് കണ്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ചോദിക്കും, പോലീസുകാരോട് ചോദിക്കും. അങ്ങേയറ്റം രോഷാകുലരായിട്ട് അങ്ങേയറ്റം വൈകാരികമായിട്ടാണ് മാതാപിതാക്കൾ ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത്. തങ്ങളുടെ മക്കൾക്ക് നേരെ ഉണ്ടായ അതിക്രമത്തെ അവർ വളരെയധികം രോഷാകുലരാണ്. അത്തരത്തിലാണ് അവരുടെ പെരുമാറ്റവും. കുട്ടികളെല്ലാം കരയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതായത് ഈ കുട്ടികൾക്ക് തങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക, തങ്ങളുടെ മുഖത്തടിക്കുക, ഒരു കാരണവും കൂടാതെ തങ്ങളുടെ മുഖത്തടിക്കുക, മുഖത്തൊരു പ്രാണി വന്നിരുന്നാൽ ആ പ്രാണിയെ തട്ടിമാറ്റി എന്നതിൻ്റെ പേരിൽ അടിക്കുക, ചിരിച്ചതിൻ്റെ പേരിൽ അടിക്കുക, ഇത്തരത്തിൽ കുട്ടികൾക്ക് നേരെ ഉണ്ടായ മർദ്ദനം, അതൊന്നുകൊണ്ട് മാത്രമാണ് ഈ മാതാപിതാക്കൾ ഇവിടെ ശക്തമായ പ്രതിഷേധവുമായി വന്നു കൂടിയിട്ടുള്ളത്. ഇവർക്ക് പോലീസിന് യാതൊരു തരത്തിലും ഇവരെ തടയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവരെ സമാധാനപൂർണ്ണമായിട്ട് നിർത്താൻ സാധിക്കുന്നില്ല. ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ കുട്ടികൾ എന്തുകൊണ്ടായാലും ഇപ്പോൾ സേഫാണ്. കുട്ടികൾക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് നമുക്ക് ഇതിനോടകം അറിയാൻ സാധിക്കുന്നത്. കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെയും സമീപ പ്രദേശങ്ങളിലെയുമുള്ള മറ്റ് ആശുപത്രിയിലേക്ക് കുട്ടികളെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ആംബുലൻസ് കുട്ടികൾക്ക് വളരെയധികം അവശരായിട്ടുള്ള കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ട് 2 ആംബുലൻസുകൾ ഈ കോളേജിന്റെ നടുത്തളത്തിൽ ഇപ്പോൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. NCCയുടെ ക്യാമ്പിൽ പങ്കെടുക്കുവാനായി ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന 600ഓളം കുട്ടികളായിരുന്നു ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. ഈ 600ഓളം കുട്ടികൾക്കിടയിൽ ഏകദേശം 200ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഗൗരവതരമായിട്ടുള്ള ഭക്ഷ്യവിഷബാധ ഉണ്ടായ കുട്ടികളെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഏതാണ്ട് 80ഓളം പേര് വരും അവർ. ഇത്തരത്തിലുള്ള ഭക്ഷ്യവിഷബാധ ഗൗരവമായ കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി. എന്തായാലും കുട്ടികൾക്ക് ഉണ്ടായത് ഭക്ഷ്യവിഷബാധ മാത്രമല്ല, ശാരീരികമായും മാനസികവുമായും തങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള, തങ്ങളെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് ഈ അധ്യാപകരുടെ, അതായത് NCC സേന അധ്യാപകരുടെ, NCCയുടെ സൈനികരായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് അംഗീകരിക്കാൻ ആ കുട്ടികൾക്ക് സാധിക്കാത്തത് സ്വാഭാവികമായൊരു കാര്യമാണ്.